അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ ഞാവൽപ്പഴം വെച്ച ഒരു വെറൈറ്റി പുഡിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഉണ്ടാക്കി വന്നാൽ ഒരു ഗ്ലാസ് പുഡിങ്ങിൻ്റെ ഒക്കെ പോലെ ഇരിക്കും. നല്ലൊരു ഷൈനിങ് ആണ് കാണുമ്പോൾ. രണ്ട് കപ്പ് ഞാവൽപ്പഴം എടുത്ത് ഇത്തിരി മഞ്ഞളും ഉപ്പിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് അരിയൊന്നും വേണ്ട. അടുത്തതായിട്ടൊരു 6 ഗ്രാം ചൈന ഗ്രാസ് എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ് കുറച്ച് വെള്ളം, അതായത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കുക. ഇനി ഒരു പാത്രത്തിലോട്ട് 3 കപ്പ് പാലെടുക്കുക. ഗ്യാസ് ഓൺ ചെയ്യാം നമുക്ക്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള പാല് ആദ്യം തന്നെ കാച്ചിയ പാലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുതായി ചൂടായി വരുമ്പോൾ ഞാൻ ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല, ഞാൻ വീട്ടിലും ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഇതുപോലെ പെട്ടെന്നൊക്കെ ആവശ്യം വരുമ്പോൾ ഒരു പ്രയാസമില്ല, പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ കഴിയും. ഇനി 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പാൽ ചൂടാകുന്ന സമയം കൊണ്ട് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി പാലിലോട്ട് 1/2 കപ്പ് ഞാവൽപ്പഴം ചേർത്ത് കൊടുക്കുക. ഇത് കുരുവൊക്കെ കളഞ്ഞു വരുമ്പോൾ 1/2 കപ്പേ ഉണ്ടാവുള്ളൂ. പിന്നെ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് പാലിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണ്. ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന പോലെ ആകും. അപ്പോൾ അങ്ങനെ അരിച്ചെടുത്താൽ അപ്പോഴാണ് ഒരു ഗ്ലാസ് പുഡിങ്ങിൻ്റെ മോഡലായി വരുള്ളൂ. ഇനി അധികം ചൂടാവാൻ പാടില്ല. ഇപ്പോൾ തന്നെ നമ്മൾ ചൈന ഗ്രാസും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണ് വനില എസൻസ് ഞാൻ അവിടെ ചേർത്തിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ വനില ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടുണ്ട്. അത് വേണ്ടാത്തവർക്ക് ഒഴിക്കണ്ട. ഇനി ഇത് പുഡിങ് സെറ്റാക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ അരിച്ചൊഴിക്കണം. ഇത് ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം തണുപ്പിക്കാൻ. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പം ഞാവൽപ്പഴം എപ്പോഴും കിട്ടാത്ത സാധനമാണെങ്കിലും കിട്ടുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.